നടി ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായതോടെ നടിയെ അധിക്ഷേപിച്ചും ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും രാഹുൽ ഈശ്വർ രംഗത്ത് വന്നത് വലിയ ചർച്ചയായിരുന്നു. പിന്നാലെ രാഹുൽ ഈശ്വറിനെതിരെയും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹണി റോസ്. തന്റെ മൗലിക അവകാശങ്ങളിലേക്ക് കടന്നുകയറിയെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നും ചൂണ്ടിക്കാട്ടി രാഹുൽ ഈശ്വറിനെതിരെ ഹണി റോസ് പരാതി നൽകിയിട്ടുണ്ട് പോലീസിൽ. വിമർശനത്തിന് ഹണി റോസ് അതീതയല്ല എന്നും താൻ അധിക്ഷേപിച്ചെന്ന് തെളിയിച്ചാൽ ജയിലിൽ പോകാൻ തയ്യാറാണ് എന്നുമാണ് രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം. ആ റിപ്പോർട്ടിലേക്ക്. ബോബി ചെമ്മണ്ണൂരിന് പിന്നാലെ രാഹുൽ ഈശ്വറിലേക്ക് കൂടി നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതി നീളുകയാണ്. രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങൾ സൈബർ ഇടങ്ങളിലും സമൂഹത്തിലും തനിക്കെതിരെ അധിക്ഷേപ വർഷങ്ങൾക്ക് കാരണമായെന്നാണ് നടിയുടെ പരാതി. ഹണി റോസ് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തിയാണ് രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തത്. ലൈംഗിക അധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ റിമാൻഡിലായതിനെ തുടർന്ന് രാഹുൽ ഈശ്വർ ബോബി ചെമ്മണ്ണൂരിനെ അനുകൂലിച്ചും ഹണി റോസിനെ വിമർശിച്ചും രംഗത്ത് വരികയുണ്ടായി. രാഹുൽ ഈശ്വറിന്റെ അഭിപ്രായത്തോട് യോജിച്ചും വിയോജിച്ചും സൈബർ ഇടങ്ങളിൽ ചർച്ചകളുണ്ടായി. ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ തനിക്കെതിരെ നടന്നത് ലൈംഗിക അധിക്ഷേപമായിരുന്നെന്നും സൈബർ ഇടങ്ങളിൽ അത് ആവർത്തിച്ചെന്നുമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരായ ഹണി റോസിന്റെ പരാതി. തനിക്കെതിരെയുള്ള ഭീഷണികൾക്കും സൈബർ ബുള്ളിയിങ്ങിനും കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണ് എന്ന് ഹണി റോസ് പറയുന്നു. ഉദ്ഘാടന ചടങ്ങുകളിലും മറ്റുമുള്ള ഹണിയുടെ വസ്ത്രധാരണത്തെ രാഹുൽ ചോദ്യം ചെയ്തിരുന്നു. ഇതിനെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ രാഹുലിനെ ഹണി റോസ് നിശിതമായി വിമർശിച്ചു. പിന്നാലെയാണ് പരാതി. താനൊരു വക്കീലാണെന്നും തനിക്കെതിരെ കേസ് വന്നാൽ സ്വയം വാദിക്കുമെന്നും രാഹുൽ ഈശ്വർ പറഞ്ഞു. അതിനിടയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ ഹണി റോസിന്റെ മൊഴി പോലീസ് ഇന്ന് വീണ്ടും രേഖപ്പെടുത്തി. ബോബി ചെമ്മണ്ണൂർ തന്നെ പിന്തുടർന്ന് അധിക്ഷേപിച്ചു എന്ന പരാതിയിലാണ് നടപടി. ബോബി ചെമ്മണ്ണൂരിനെതിരെയുള്ള പോലീസിന്റെ നടപടി അതീവ വേഗത്തിലുള്ളതായിരുന്നു. സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങളും അധിക്ഷേപ ശരങ്ങളും വർദ്ധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടാവേണ്ട മികച്ച നടപടി. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ഈ പരാതികളിൽ ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിലൊക്കെ എന്താണ് പൊതുജനത്തിന്, നാട്ടുകാർക്ക് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് പരിശോധിക്കാം. അതൊരിക്കലും ശരിയല്ല. ഒരാൾ എന്തിടണം എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്. നമ്മുടെ ഇന്ത്യ ഒരു ഇൻഡിപെൻഡൻറ്റ് കൺട്രി അല്ലേ, എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യമുള്ളൊരു സ്ഥലമാണ്. അപ്പം ഒരാൾ എന്തിടണം എന്നുള്ളത് മറ്റൊരാളല്ല തീരുമാനിക്കേണ്ടത്, അത് അവരാണ് തീരുമാനിക്കേണ്ടത്. ഒരു സ്ത്രീൻ്റെ എന്ത് ധരിക്കണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കംഫർട്ടായ എന്ത് ഡ്രസ്സാണോ അത് ധരിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും നമ്മളൊരു ഡ്രസ്സ് മെൻഷൻ ചെയ്തിട്ട് ഒരിക്കലും ഒരു സ്ത്രീനെ വിലയിരുത്തരുത്. നേരത്തെ നമ്മൾ നൽകിയ റിപ്പോർട്ട് അതിൽ പറയുന്നു, നമ്മൾ കേരളത്തിൽ അന്ധവിശ്വാസം കൂടി വരികയാണ് എന്ന് പറയുന്നു. ഇക്കാലത്ത് ഇതൊക്കെ ആര് വിശ്വസിക്കും? ഈ കുടുംബം നൽകുന്ന മറുപടിയൊക്കെ ആര് വിശ്വസിക്കും? പോലീസ് അത് മുഖവിലക്കെടുത്ത് നടപടി നിർത്തിവെക്കുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല. പോലീസ് ആ വിവരങ്ങളൊക്കെ ശേഖരിച്ച് കളക്ടർക്ക് അത് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇത് മൃതദേഹം സംസ്കരിച്ച സാഹചര്യത്തിൽ അത് തുടർ നടപടി വേണമെങ്കിൽ അതിന് കോടതിയുടെയൊക്കെ അനുമതി വേണം, കളക്ടറുടെയൊക്കെ അനുമതി വേണം. അതിനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിൽ പോലീസിന്റെ തീരുമാനം ഒക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് അത് കുടുംബത്തിന്റെ വിശദീകരണം മുഖവിലേക്കെടുത്തത് അവിടെ വെച്ച് അവസാനിപ്പിച്ചു എന്ന നിലയിലല്ല നമ്മൾ ആ റിപ്പോർട്ട് നൽകിയത്. അതിൽ കുടുംബത്തിന്റെ വിശദീകരണം കേട്ടു. കളക്ടർക്ക് പോലീസ് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നാട്ടുകാരുടെ പരാതി കൂടി കണക്കിലെടുത്ത് മാത്രമേ അതിൽ തുടർ നടപടികളിലേക്ക് പോവുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തീരുമാനം ഉടൻ അതിന്റെ തുടർ തീരുമാനങ്ങൾ വരാനിരിക്കുന്നുണ്ട്.